മക്കളെ ഞാനേ മലപ്പുറം ജില്ലയിൽ വന്നാട്ടോ. മലപ്പുറം ജില്ലയിൽ കോട്ടുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാണേ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, മാതൃഭൂമി ന്യൂസിലൊരു ന്യൂസ് കണ്ടിരുന്നു 3-4 ദിവസം മുമ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പറ്റിയൊരു സാധനം ഉണ്ട് ഇവിടെ, അപ്പോൾ മാതൃഭൂമിയിൽ വന്നാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും വേണ്ടില്ല, അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ നോക്കി, ഈ ഒരു കിണറുകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാതൃഭൂമിക്കാരെടുത്ത് ഒരു വാർത്തയാക്കിയ സംഭവമാണ്. അതുപോലെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഇന്നെ അങ്ങോട്ട് കൂട്ടിക്കൊടുന്ന് വന്നാ. പറ്റുമെങ്കിൽ എണ്ണിക്കോ, എത്ര മോട്ടർ ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിക്കോട്ടോ. വെറുതെ ഒന്ന് എണ്ണി നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 വിറ്റ് വയ്യാണ്. ഞാൻ തോറ്റു, എണ്ണീട്ട് ഞാൻ തോറ്റു. ഒരു കിണർ കേട്ടോ, 1.5 കിണറാണ്. ഇതിലെല്ലാം മോട്ടറുകൾ കൊണ്ട് നോക്കി, ഇതിൽ വെള്ളം നോക്കിക്കോ. കുറേ പായൽ പിടിച്ച് കിടക്കുന്നുണ്ട്. ഏതൊക്കെ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ പായൽ ക്ലീനാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കച്ചറൊക്കെ വീഴുകാരല്ലേ, അതാ പായലെടുക്കാത്ത. പായൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. കിണറിലും കുളത്തിലൊക്കെ പായൽ നല്ലതാണ് തോന്നണു. കാരണം ഇതിൻ്റെ ഇവിടെ വയറിങ് പോയിക്കണുണ്ടോ. ഇത് ഏത് വീട്ടിലേക്കില്ലെന്നപ്പോൾ എങ്ങനെയൊന്നും അറിയാം. ഓക്കെ, ഇതാ ഇത് കംപ്ലീറ്റ് പോകണത് തന്നെ. സംഭവം നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഈ ഒരു ചെറിയ കിണറ്റിലാണ് 10-40ഓളം മോട്ടർ. അഥവാ ഇത് വലിയൊരു കുന്ന് ഏരിയയാണ്. ഈ കുന്ന് ഏരിയയിൽ മൊത്തം അവിടെ നിന്നും വെള്ളം കിട്ടൂല. ഇവിടെ വെള്ളമല്ലത്. ഇപ്പോൾ ഈ ഒരു കിണർ അവിടെ വെള്ളമുണ്ട്, അതേപോലെ തന്നെ ആ ഒരു കിണറിലും വെള്ളമുണ്ട്. ബാക്കിയില്ല എവിടെയും. മേലക്കൊന്നും വെള്ളം കിട്ടാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഇതൊരു സ്വകാര്യ വ്യക്തിയാണ് കേട്ടോ സ്ഥലം. ഇതേ അവിടെ വേറെ കിണറുണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. 1.5 സംഭവമാണ്. ഇവിടെ എവിടെ ഒരു മോട്ടർ വെക്കുക. അപ്പോൾ തൊട്ടടുത്ത് ആ വീട്ടിൽ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, മുകളിൽ വീട്ടുകാരെന്ത് ചെയ്യും, വീട് അവിടെ കൂടിയിരിക്കും. എന്നിട്ട് മോട്ടർ ഇവിടെ കൊടുത്തിട്ട് നേരെ പൈപ്പ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാ. ഇവിടെ ഉണ്ട് കേട്ടോ, പൈപ്പ് ലൈന് പോകണതാ, അങ്ങോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കി ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ അങ്ങനെ മേലേക്കാണ് പോകുന്നുണ്ട്. മേലെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് പറഞ്ഞത്. കണ്ടോ, ഞാൻ ഇതേപോലത്തെ ഒരു കിണർ മക്കത്തെ കണ്ടിട്ടുള്ളൂ, സംസം കിണർ. പക്ഷേ സംസം കിണറിൽ ഇത്ര മോട്ടറില്ല, അതാ രസം. 40 മോട്ടറൊന്നും സംസം കിണറിൽ ഇല്ലാതെ അതിൻ്റെ അറിവ് കേട്ടോ. ഉണ്ടോ എനിക്കറിയില്ല. കിണർ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര മോട്ടർ ഞാൻ കണ്ടിട്ടില്ല. എന്താല്ലേ, ഇതാണ് പറയണത്, കൂരിൻ്റെ കിണറ്റിലെ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന്. എന്താ ചെയ്യാൻ നോക്കി, ഇതൊക്കെ അത്ഭുതം തന്നെയാണ്. അത് ഈ വേനലിൽ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം കാണിച്ചു തരാനേ. നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവാന്നാണ് പറഞ്ഞത്. വേനലായപ്പോഴേ മുകളിൽ വരെ ഉണ്ടാവലുണ്ട്. ഇത്രേ ഒരു 3-4 മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. എന്താല്ലേ, മിനി സംസം. കേരളത്തിൻ്റെ സംസം കിണറായിട്ട് ഇതിന് പ്രഖ്യാപിക്കണം. ആ വെള്ളത്തിൻ്റെ അത്ര പവർ ഉണ്ടാവില്ല എന്നുള്ളത്, സംസം വെള്ളത്തിൻ്റെ അത്ര ചരിത്രമില്ല. പക്ഷേ ഇത് വേറൊരു ചരിത്രമാണ്. 40 എണ്ണങ്ങൾ നോക്കി, 30 സംതിങ് ഞാൻ എണ്ണ. അല്ല, അത് ആ ബാക്കിലും ഉണ്ട്. തൂക്കിട്ട് കൊണ്ട് ചെയ്ത് കൊണ്ടോ കണ്ടോ. സൈഡിൽ കൂടെ സ്ഥലം മേലെല്ലായിട്ട് ആംഗ്ലറൊക്കെ വെച്ച് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വേറെ സൈഡിലേക്ക് തൂക്കിയിടൊക്കെ ചെയ്തു. ഞാൻ സംസം എന്ന് പറഞ്ഞ് എന്നെ പൊങ്കാലിടാൻ വരണ്ട. ഞാൻ വീണ്ടും പറയുകയാണ്, സംസത്തിൻ്റെ ചരിത്രം ഭാഗ്യം ഓഫായി. സംസത്തിൻ്റെ ചരിത്രം ഇല്ല എന്നുള്ളൂ. പക്ഷെ കിണർ വേറെ ലെവലാണ്. സംസം പിന്നെ ലോക റെക്കോർഡാണ്. വേൾഡിലെ ഏറ്റവും കൂടുതൽ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കിണറും കൂടിയാണ് സംസം. അപ്പോൾ ആ ഒരു ചരിത്രത്തോട് ഉപമിക്കല്ല, ഞാനൊരു തമാശ രൂപേണ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് പൊങ്കാലിടാൻ വരണ്ട. ഇപ്പോഴൊന്നും വർക്ക് ചെയ്യുന്നുണ്ട്. എന്താല്ലേ, ഉള്ളിലുണ്ട് മോട്ടർ കേട്ടോ. ഇതായിരിക്കും. ഇതൊന്നും ഞാൻ എണ്ണിയിട്ടില്ല. അതേപോലെ തന്നെ അത് അവിടെ ഉണ്ട്, ആ കാണുന്നത് ഞാൻ എണ്ണിയിട്ടില്ല. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം ഓരോ വീട്ടുകാർക്കും ഒരു ദിവസം പോകുന്നുണ്ടാവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇത് മാതൃഭൂമിക്കാർ വാർത്തയാക്കിയത് നന്നായേ ഉള്ളൂ. ഇത് ഇനിയും വാർത്തയാക്കണം, എല്ലാവരും വന്ന് വാർത്തയാക്കണം എന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഇത് നമുക്ക് വാർത്തയാക്കണം, ചരിത്രമാക്കണത്. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേ. എൻ്റെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി 1 2 3 4 ഞങ്ങൾ 4 ഫാമിലി 5 ഫാമിലി എൻ്റെ വീട്ടിലത്തെ കിണറിലും പോകുന്നുണ്ട് കേട്ടോ. അത് ചരിത്രമൊന്നുമില്ല പറയാം. പക്ഷേ ഇത് കേരളത്തിൽ ഞാൻ ഇതേപോലത്തെ വേറെ ഞാൻ സെറ്റപ്പ് കണ്ടില്ല. കാരണം 40 ചില്ലാനം മോട്ടറിലൊരു കിണർ
വേറെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളും കാണാൻ സാധ്യത കുറവാണ്. ഞാൻ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഫോട്ടോ സഹിതം വിടുകയാണെങ്കിൽ ഫോട്ടോ സഹിതം വിട്ടോ. അപ്പോൾ ഇത് നമുക്ക് വലിയ ന്യൂസ് ആക്കണം. മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ആളുകൾക്ക് ഒരുപാട് പുണ്യം കിട്ടും. കാരണം കുടിവെള്ളമല്ലേ. ഇനി വരാൻ പോകുന്ന പിന്നെ യുദ്ധങ്ങൾ വരെ കുടിവെള്ളത്തിൻ്റെ പേരിലായിരിക്കും എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. ചരിത്രങ്ങളല്ല, പഴയ ആളുകൾ പറഞ്ഞ കുടിവെള്ളത്തിൻ്റെ പേരിൽ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പ്രശ്നം ഉണ്ടാവുന്നത്. അതിപ്പോൾ ഉണ്ടല്ലോ ഓൾറെഡി, സ്റ്റേറ്റുകൾ തമ്മിൽ നിലവിലുണ്ടല്ലോ. അത് പോട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് കാണട്ടെ. 40 ചില്ലാനം മോട്ടറിലൊരു കിണർ എന്നുള്ളത് നമുക്ക് ഗിന്നസ് കയറ്റാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ആയിക്കോട്ടെ, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. ഒരുപാട് ആളുകൾ കാണട്ടെ കേട്ടോ. ഇത് നോക്കി, ഈ വയറിങ് കണ്ടിട്ടാണ് എനിക്ക് ഇതിൻ്റെ പൈപ്പ് പോകണത് കണ്ടിട്ടേ. ഇതേതാ എവിടുത്തെ? ഇതിപ്പോൾ മഹമ്മദാക്കാൻ്റെ ഏതാ, കുഞ്ഞായ്മൂപ്പിൻ്റെ ഏതാ, രാമേട്ടൻ്റെ ഏതാ, അതൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. വല്ലാത്ത ആദ്യം. അപ്പോൾ ആയിക്കോട്ടെ, വീഡിയോ ഷെയർ ചെയ്യട്ടോ.